നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ രാത്രി 12 മണി നേരമാണ്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. 26ാമത്തെ വർഷം വെഡിങ് ആനിവേഴ്സറി. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം, 26 വർഷമായി. അപ്പൊ ഈ 26 വർഷത്തിലും ഞങ്ങളുടെ ലൈഫില് ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ദുഃഖങ്ങളും സങ്കടം എല്ലാം കൂടിയതാണല്ലോ ഒരു ജീവിതം. ദുഃഖം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദുഃഖങ്ങളായിട്ട് അസുഖങ്ങളുടെ രൂപത്തിലാണ് ഞങ്ങൾക്ക് ഒരു സങ്കടം, കാശിന്റെ അസുഖത്തിന്റെ രൂപത്തിലാണ് ഞങ്ങളുടെ ലൈഫില് ദുഃഖങ്ങൾ വന്നിട്ടുള്ളൂ. അല്ലാത്ത ഞങ്ങൾ ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് എല്ലാം കൊണ്ട് എല്ലാ അർത്ഥത്തിലും 26ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഞാൻ പറയണേ, ഞങ്ങളുടെ എല്ലാ അർത്ഥത്തിലും ഒരുപാട് ഇന്നും ഞങ്ങൾ എന്താണ് 26 വർഷമാണെങ്കിലും ഇന്നും ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാരാണ്. ഓരോ നിമിഷം അടക്കം. അപ്പൊ ഞാൻ ആൾക്കാർ എന്ത് വേണം പറഞ്ഞോട്ടെ, ഈ വയസ്സാം കാലത്ത് പ്രണയിക്ക് ഇപ്പോഴും ഞങ്ങളുടെ യാത്രയില് പൊന്നുവിനും കുഞ്ഞിനും എല്ലാവർക്കും അറിയണ കാര്യം. ഒരേ നാളായിട്ട് ഇപ്പോഴും ഞങ്ങളുടെ യാത്രകളില് ഞാൻ അങ്ങനെ ഒരുപാട് നമ്മളിങ്ങനെ പോണോണ്ടിരിക്കുമ്പോ ഞാൻ ജസ്റ്റ് എൻ്റെ അവിടെ കാലില് ആ ഫ്രണ്ട് സീറ്റിലേക്ക് വെച്ചാൽ തന്നെ എന്നെ അറിയാം. എന്നെ തൊടണമെന്ന് എനിക്കറിയണ ആ നിമിഷം തന്നെ ഞാൻ കാലോടെ വെച്ച് ഭയങ്കര തൊടി ജസ്റ്റ് കയ്യാലും ഞാൻ എപ്പോഴും. അപ്പൊ പൊന്നാറി അച്ഛനും അവര് ഇത്രയും പ്രേച്ചാറ്. അപ്പൊ ഞങ്ങൾ ഇന്നും പ്രണയിച്ചുകൊണ്ടിരിക്കട്ടെ. പ്രണയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 26 വർഷം പിന്നിട്ടാലും നിങ്ങളുടെ ജീവിതം ഇന്നും ഞങ്ങൾക്ക് ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഒരു പുതുമുഖത്തിന്റെ ഒരു ഹാപ്പിനെസ് ആണ് ഞങ്ങളുടെ ലൈഫിൽ. ഞങ്ങളത് അതേപോലെ നല്ല ഭംഗിയിൽ കൊണ്ട് നടക്കണതാണ് ഞങ്ങളുടെ ഒരുപാട് ഇപ്പം നവംബർ 15-ാം തീയതി ആ ഒരു ഡേറ്റിൽ ഓരോ നിമിഷം ഒരുപാട് മനോഹരമായിട്ട് മനസ്സിലിങ്ങനെ രൂപചിത്രം ആയിട്ട് അതിൻ്റെ ഓരോന്നും അത്രയും സൗന്ദര്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ആലോചിക്കുന്നതും അല്ലേ. അത് ഓരോ നിമിഷം, അതായത് രാവിലെ കുളിക്കാൻ പോയി അവിടെ നിന്ന് തൊട്ട് രാത്രി ലൈഫ് ഇന്ന് ഈ നിമിഷം വരെ സത്യം പറഞ്ഞാൽ കല്യാണത്തിന് തലേ ദിവസം എനിക്ക് നാളെ കല്യാണമാണ് അങ്ങനെ ചിന്തയൊന്നുമില്ല. എന്ന് വെച്ചാൽ 15 വയസ്സ് വീട്ടിലെ കസിൻസിനോടെയൊക്കെ സത്യം പറഞ്ഞാൽ വീടിൻ്റെ കല്യാണത്തിന് തലേ ദിവസം വീട്ടിലെ കുട്ടികളുടെ മേമയുടെ മക്കൾ ചേച്ചി അവരുടെ കൂടെയൊക്കെ ഉണ്ടല്ലോ ഒളിച്ചകളി കളിക്കാനും അമ്പസ്ഥാനിൽ ഇരുന്നിട്ട് എൻ്റെ അമ്മ പറഞ്ഞു, ദൈവമേ ഇതിനെങ്ങനെ നാളെ കല്യാണ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോവാ. ചെറിയ അങ്ങനത്തെ ഒരു കളിക്കൂട്ടുകാരനെ കിട്ടിയ കാരണം എല്ലാം പിന്നെ എന്താണ് ഞാൻ അന്ന് രാവിലെ തൊട്ട് നമ്മളെ കുളിച്ചു വന്നു. എൻ്റെ അമ്മയുടെ അന്ന് മേക്കപ്പ് ചെയ്ത് തന്നത്, അമ്മ സാരി ഉടുപ്പിച്ചു തന്നു, മേക്കപ്പ് ചെയ്ത് തന്നു. അപ്പോഴാണ് എൻ്റെ കല്യാണമാണ്. സാരിയൊക്കെ മാറി കുറെ മുല്ലപ്പൊക്കെ വെച്ചപ്പോ എൻ്റെ കല്യാണമാണ് എന്ന് തോന്നിയത്. 15 വയസ്സിന് ചിന്തിക്കണ്ട, പൊട്ടിപ്പെൺകുട്ടി എന്നല്ല, നല്ല അറിവുള്ള പെൺകുട്ടിയാണ്. പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്തുള്ള ഒരു അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടുള്ളത്. പറഞ്ഞ കാലത്ത് എൻഗേജ്മെന്റ് കഴിയണ്ട. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കല്യാണത്തിന് അന്നാണ് തമ്മിൽ കാണുന്നത് തന്നെ. അഞ്ഞോട്ട് എന്നെ കണ്ടിട്ട് ഞാൻ എന്നെ കണ്ടിട്ടുണ്ടായത് കല്യാണത്തിന് അന്നാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. ചിന്തിക്ക ആൾക്കാർ ഇത് കണ്ണ് കാണാത്ത കാരണമാണ് എന്റെ കൂടെ കൂടിയത്. ഞാൻ മനസ്സ് തൊട്ട് പറയുള്ളൂ, ഈ നിമിഷം വരെ അഞ്ഞോട്ടിൻ്റെ എന്നൊരു ഭർത്താവില്ല ഞാൻ ഒരുപാട് ഭാര്യ എന്നുള്ള നിലയ്ക്കായാലും എൻ്റെ മക്കളുടെ അമ്മ എല്ലാ അർത്ഥത്തിലും ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നൊരു ആളാണ് കേട്ടോ. ഞാനതെ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും വലിയ കോടി ബമ്പറാണ് ഉണ്ണീനെ എനിക്ക് ലൈഫിൽ കിട്ടിയത്. അത് ഞാൻ തീർത്തും പറയണു, ഒരാളേനെ സൂചിപ്പിക്കാൻ പറയണതല്ല, എൻ്റെ മനസ്സ് തൊട്ട് പറയണ കാര്യമാണ്. എല്ലാ സുഖത്തിലും എല്ലാ ദുഃഖത്തിലും എല്ലാ സന്തോഷത്തിലും എല്ലാറ്റിലും ഉണ്ണി കൂടെ നിന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ 26 വർഷം പിന്നിട്ട ഈ നിമിഷം പറയാണ്, എല്ലാ കൊണ്ടും ഉണ്ണി ചെറിയ വഴക്കുകളൊക്കെ ഞങ്ങളുടെ ലൈഫിലുണ്ടായിട്ട്, പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ പുതിയ ഇതിലൊക്കെ എന്താ വെച്ചാൽ പ്രായത്തിൻ്റെ ഒരു മാറ്റം. എൻ്റെ ഒരു തന്നെ ചെറിയൊരു കുട്ടിയല്ല, അപ്പം അതിൻ്റെ ഒരു പക്കട കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തെ ഒരു കുട്ടികളെന്നല്ല സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ പറയണത് അത് കഴിഞ്ഞും ഞാൻ ഏട്ടനെ കണ്ടത് തെച്ചിറ്റാവ് അമ്പലത്തിന്, നമ്മുടെ രാമൻ്റെ അമ്പലത്തിൽ തെച്ചിക്കോട്ടുകാവ് അമ്പലത്തിലായിരുന്നു എൻ്റെ താരികെട്ട്. അവിടെ ആലിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോഴാണ് അന്നേട്ടൻ വന്ന് കാറിൽ ഇറങ്ങിയിട്ട് ഒരു ചിരിച്ചിട്ടുള്ളൊരു വരും. അത് ഇന്ന് എൻ്റെ മൈൻഡിൽ ആ കല്യാണ വീഡിയോ സത്യം പറഞ്ഞ കാസറ്റ് ഒരു CD ആക്കിയാൽ ആരും ഇല്ല സെറ്റാക്കിയായിരുന്നു. എൻ്റെ കാസറ്റ് കേടില്ലാണ്ട് കയ്യിലുണ്ട്, പക്ഷെ അതൊന്ന് പെൻഡ്രൈവറിലാക്കിയിരുന്നു. അപ്പൊ ആ ഒരു
മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആ അഞ്ഞേട്ടാ ചിരിച്ച് തന്നെ ആ ഒരു ചെറിയൊരു പോലെ അതായത് കൈ ഇങ്ങനെ ആക്കിയിട്ട് ചിരിച്ചിട്ടൊരു വരവുണ്ട്. അത് മനസ്സിൽ അന്നത്തെ ആ ഒരു ഇതിപ്പോഴും ഭയങ്കര ഇഷ്ടത്തിൽ കിടക്കുന്നൊരു കാര്യം ആ ഒരു ചെറിയുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൻ്റെ താലി കെട്ടി. പിന്നെ ചൂടുങ്ങട കൊടുക്കാനൊക്കെ കുഞ്ഞിനൊക്കെ ഉണ്ട് റൂമിൽ AC അവിടെ പോയിട്ട് കൊടുക്കലൊക്കെ ഉണ്ട്. കുഞ്ഞിനൊക്കെ നമ്മുടെ AC ഇട്ടിട്ടേ തല വേർത്ത് മണി. പിന്നെ ഞങ്ങൾ ഇങ്ങനെ മോതിരം ഇടുമ്പോൾ ഞാൻ സത്യം ഇങ്ങനെ മോതിരം ഇട്ടിട്ട് ഇങ്ങനെ മോതിരിട്ട് ഇവിടെ എത്തുമ്പോഴേക്ക് പിന്നെ പൂപ്പി അടിച്ചിട്ട് ഇട്ടു. സത്യമായിട്ട് നമ്മള് വിരല് പിടിച്ചിട്ട് മോതിരട വെച്ചെങ്കിൽ നമ്മള് വിരല് പിടിച്ച് ഇങ്ങനെ മോതിരട്ടെടുത്തു. പിന്നെ കൈ ഇങ്ങനെ പിടിച്ച് അപ്പൊ ആ പിടിച്ചപ്പോ പീറ്ററേണ്ണ അവരൊക്കെ തോന്നിട്ടാണെന്നുണ്ട് ഇനി വിടണ്ട കൈ പിടിച്ചോ മുറുക്ക പിടിച്ചോ കൊണ്ടൊക്കെ തോന്നു. അത് 26 വർഷം ആ കൈ ഇപ്പോഴും നല്ല മുറുക്കൻ തന്നെയാണ് ഞങ്ങൾ. ഇനിയും ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ ഒരുപാട് വർഷം കൈ ഇങ്ങനെ മുറുക്ക പിടിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹം. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞതാണെന്നാണ് ഞാൻ എൻ്റെ ചേച്ചനോട് പറയുന്നത്. തെറ്റാണോ ശരിയാണെന്നുണ്ട് ഞങ്ങൾക്കൊരു മരണമാണെങ്കിൽ അത് ഒരുമിച്ച് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കാറ്. അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പറയണ ആഗ്രഹം തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ ചെറിയ മക്കളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് കുറച്ച് കാലം ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് കാലം അതെ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആയുസ് കിട്ടിയാൽ സന്തോഷമായി. എൻ്റെ അച്ഛൻ ഇപ്പൊ എൻ്റെ അച്ഛന് 96 വയസ്സ്. എൻ്റെ അച്ഛനൊരു എത്ര വയസ്സ് ആണെങ്കിൽ ജീവിച്ചോട്ടെ ആ ആയുസ് എനിക്ക് കിട്ടാം. ഉണ്ണിക്ക് എൻ്റെ അമ്മയ്ക്ക് ഇപ്പൊ 92 വയസ്സാ 93 വയസ്സെറ്റായിട്ട് മോഹിക്കാലോ. എല്ലാം തരുന്നത് ദൈവമാണ്. ഇന്നത്തെ ഒരു വെഡിങ് സ്പെഷ്യലായിട്ടത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം. നമുക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ഇടുന്നതാണ്. ആ ഗിഫ്റ്റ് കിട്ടി. അപ്പം ഞാൻ ഗിഫ്റ്റ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കണ്ടിട്ട് പറയാം. നീ പറ്റാണ് വെക്കാൻ മനസ്സിലായല്ലേ? അല്ലല്ല എന്താ ഞങ്ങളോടൊന്നും പറ്റണ വാച്ചല്ല. ഇതൊന്നും ഞങ്ങളോട് പറ്റണ വാച്ചല്ല. ടീറ്റീന്നാ കപ്പ് വാച്ച്. സത്യാണ് മേലൊക്കെ കോരിത്തിരിക്കട്ടോ. കയ്യമ്മ കാണുമ്പോഴേ വെറുതെ ഇങ്ങനെ എന്തെങ്കിലൊക്കെ ഒരു ആഗ്രഹം തോന്നാൻ നിങ്ങള് പറഞ്ഞോളൂ. വാച്ചിനോട് ആഗ്രഹം തോന്നി. ഇനി അടുത്തത് അടുത്ത സൈസ് ഉണ്ട്. ലൈഫില് എന്താ പറയാ അച്ഛന്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ വീട്ടിൽ നിന്ന് ആരും ഗിഫ്റ്റ് തന്നിട്ടില്ല. വണ്ടി പിരിക്കാൻ മാല. ഇനി അപ്പൊ കുഞ്ഞമാല ഇടണ്ട. ഇരിക്കട്ടെ ഇരിക്കട്ടെ. ഞാൻ ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല. ശരി ഞാൻ എന്നോട് ഇവിടെ പബ്ലിക്ക് ഇത് മതി. ഞാൻ കൂടുതൽ ബന്ധമൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഇത് ഈ നിമിഷം വരെ ഒരു ഇതൊന്നും ഞാൻ ഒരു വലിയ ചെയ്യേണ്ട കാര്യത്തിൽ വരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ വരുമ്പോ പറഞ്ഞോളാം അമ്മയ്ക്ക് ഇങ്ങനെ പൊന്നു പറഞ്ഞിട്ടോ അമ്മ കുഞ്ഞിന്റെ കല്യാണം അമ്മയ്ക്ക് അമ്മ നല്ലൊരു ചെയ്യെടുത്തോളൂ. പിന്നെ വേണ്ട പൊന്ന
അമ്മ ഇപ്പോൾ കുറേ വർഷമായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അമ്മയ്ക്ക് ഇപ്പോൾ ഇതൊന്നും ഒരു വലുത് വേണമെന്നില്ല. ബാക്കിയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, അമ്മയ്ക്ക് അത് വലുത് വേണമെന്ന് ആഗ്രഹമില്ല. അത് നാളോട് കുഞ്ഞുകൊണ്ട് ഇപ്പം എപ്പം പറ്റാം എൻ്റെ താരിച്ചേ പോയാൽ എപ്പോഴും വിഷമിക്കുന്ന ഒരാളായിട്ട്. ഇതിന് പ്രത്യേകിച്ചൊന്നും പറയുകയില്ല. കരയല്ല വയ്യാണ്ടല്ലേ ഞാൻ എനിക്ക് എൻ്റെ താലി ഇട്ടാ പോവാ. അല്ല എനിക്ക് മനസ്സിലൊരു ആഗ്രഹം മാറ്റാൻ നാളെ നല്ല തെച്ചിട്ട് അമ്മേനെ അടുത്ത് പോയിട്ട് ഞാൻ ഇട്ടോളാം. ഞാൻ എന്താ പറയാ വന്നു നേരത്തെ ഞാൻ പാലടുത്ത് വെച്ചു എന്നുവെച്ചാൽ സന്തോഷം കൊണ്ട് കഴുത്തിടാന്ന് വെച്ചു. പക്ഷെ വേണ്ട, ഇതിൽ താലി ചേർത്തിട്ട് മാവിനെ തെച്ചിട്ട് അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് എന്റെ കഴുത്തിൽ ചേർട്ടുണ്ട്. ലൈഫില് ഈ മലം എന്റെ മരണം വരെ വന്നാലും ഇല്ല, അത് കുരി എന്റെ മരണം വരെ എന്റെ ദേഹത്തുണ്ടാവും. തീർച്ചയായിട്ടും എനിക്കെന്താ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ ലൈഫില് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാലാണ് ഞാൻ ആഗ്രഹിച്ചത്. പിന്നെ അവിടെ പോയി പറഞ്ഞു അമ്മ, ഞാൻ പറഞ്ഞത് കുഞ്ഞിന്റെ കല്യാണം ആകുമ്പോ കുഞ്ഞിനെ എന്തെങ്കിലും അമ്മ മേടിച്ചു തരാട്ടെ. അവൾക്ക് നമുക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ കുഞ്ഞിന്റെ കല്യാണം ആകുമ്പോൾ മോൾക്ക് എന്തെങ്കിലും അമ്മ മേടിച്ചാൽ പറഞ്ഞു അമ്മയ്ക്ക് മേടിക്കണ്ട, അത് അമ്മയുടെ കഴുത്തിൽ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു ചെറിയ പാസലായിട്ട് അമ്മ മേടിച്ചിട്ടു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. പലർക്കും പലതും പറയപ്പെട്ടു. ഞങ്ങളുടെ ജീവിതം എന്താണെന്ന് നിങ്ങൾ കാണേക്കൊണ്ട് ഞങ്ങൾക്കറിയാം. ഒരു അരമണിക്കൂർ നിങ്ങൾ ഞങ്ങളുടെ ജീവിതം കാണുന്നുള്ളല്ലേ, അതിനെന്നും കരഞ്ഞു ഇതാക്കിയിട്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ അത്യാവശ്യം ഒരുപാട് കഷ്ടപ്പെട്ടതിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ യാത്രകൾ ചിലപ്പോൾ ഞങ്ങൾ പച്ചക്കറി മേടിക്കാനാകുമ്പോൾ ഉണ്ടാവും. അത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകണം. അല്ലെങ്കിൽ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് അടുത്ത ശോഭസിക്ക് വേണം. അവരെന്നെ സന്തോഷിക്കൊണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഒരു മുക്കിൽ എല്ലാവരും കൂടി ഇരിക്കണമെന്നുള്ളൂ. മനസ്സിലായി? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് എടുത്തിട്ട് ഇത്രയും പേര് അവർക്ക് 100 രൂപ കൊടുത്ത് ഒരു ഗെയിം റേറ്റും കൊടുക്കുന്നു. അപ്പൊ അവരൊരു അരമണിക്കൂർ അവർ ഹാപ്പി. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ എന്തെങ്കിലും ഇപ്പോൾ ഷേപ്പ് എന്തെങ്കിലും ഫുഡ് അടിക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും അത് ഞങ്ങൾ എല്ലാവരും ഷെയർ കൂടി കഴിക്കും. അതിനപ്പുറം നിങ്ങളൊന്നും കാണില്ല. കാണുന്ന ഒരു ഷോട്ട് മാത്രമായിരിക്കും നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. അല്ല ആരാ പറഞ്ഞു ഭക്ഷണം നിങ്ങളുടെ തടി ഭക്ഷണമാണ്, നമ്മുടെ തടി എന്താന്നുള്ളത് നമുക്ക് അറിയുള്ളൂ. അപ്പൊ ആർക്കും അറിയില്ല. പക്ഷെ ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. അല്ല ഞാന് ദിവസം ഞാൻ 10 പവന്റെ താലിച്ചായും കെട്ടുകൊണ്ടല്ല ഒരേ സമയത്തും എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ഊരിത്തരില്ല, സാഹചര്യങ്ങൾക്ക് ഊരിത്തരില്ല. അത് കഴുത്തിലിട്ടിട്ട് ബാക്കി എന്തെങ്കിലും ചെയ്തോട്ടെ വയ്ക്കുക. അതിന് വേണ്ടിട്ട് എന്റെ ഉണ്ണി അത്രയും എന്റെ ഈ വീടിന് വേണ്ടിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ട് ഊരി തന്നെ. എല്ലാ അമ്മമാരും മക്കളെക്കാളൊക്കെ തൂക്കുള്ള അമ്മമാരുടെ കഴുത്തിലുണ്ടാവുക. ഇപ്പൊ ഒരു പോയിന്റ് 2 പോയിന്റ് ചെയ്യും. ഇപ്പൊ എനിക്ക് കഴുത്തിലുള്ളത് എന്താ വെച്ചാൽ ഇവരൊക്കെ കുണിക്കീടൊക്കെ പറക്കി കൂട്ടിയിട്ട് എനിക്ക് 1 പോയിന്റ് 2 പോയിന്റ് ചെയ്യാൻ കഴുത്തിൽ ഇപ്പിടാൻ പറ്റും. പക്ഷെ ഞാൻ 1 ഗ്രാമിന്റെ ചെയിന് ഞാടുന്നത്, 1 ഗ്രാമിന്റെ കഴിച്ചതിന് ഞാടുന്നു. എനിക്ക് പറയാൻ ഒരു മടിയില്ല. ഇത് ഇട്ടിട്ട് ലോകം മുഴുവൻ മുഴുവൻ എല്ലായിടത്തേക്കും ഞങ്ങൾ എത്തിയിട്ട്. പക്ഷെ കുണുക്കന് കാര്യത്തിലൊക്കെ 1/2 പോയിന്റ് 3/4 പോയിന്റൊക്കെ എനിക്ക് എടുക്കുന്നത്. പക്ഷെ ഇന്ന് അത് ഞാൻ തൊട്ടില്ലെന്ന് വെച്ചാൽ എല്ലാ അമ്മമാരെ അതെടുത്ത് മാറ്റി എനിക്ക്. പക്ഷെ എനിക്ക് അത് ഇഷ്ടം. എനിക്ക് ഞാൻ മാത്രം സ്വർണ്ണപ്പം എൻ്റെ മക്കൾ ഭംഗിയിൽ പറയും ഈ നിമിഷം ഇപ്പം ഇന്നലെ സാരി ഇട്ടിട്ട് നിങ്ങൾക്ക് വേല പറയാൻ മടി, അതും മടിയില്ല എന്തുകൊണ്ടാ പറയും. ഞാൻ പണ്ട് ഡ്രസ്സ് എടുക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ എടുത്തു. അത് അവർക്കറിയാം. നിങ്ങളെടുക്ക്, നിങ്ങൾക്ക് ഭംഗിയിൽ അതിന്റെ ശേഷം ബാക്കി ഞാൻ എടുത്തു. ഇപ്പോഴാണ് എൻ്റെ മക്കൾ വന്നിട്ടാണ് നീ എടുക്ക് നല്ല സാരി, നീ എടുക്ക്, നീ മേടിക്ക്. എന്നിട്ട് എപ്പോഴാണ് അതിനായിട്ടും പിള്ളേരെ എല്ലാവരും ഒരു പ്രവാസി ഭയങ്കര ആർഭാടാണ്. ഞാന് പ്രവാസ ജീവിതത്തില് ഒരു തിയേറ്ററിൽ പോലും അവിടെ ആകെ കൂട്ടി 2 സിനിമയാണ് 20 വർഷത്തിനുള്ളിൽ കണ്ടിട്ടില്ല. അപ്പൊ അതാണ്. അപ്പൊ നമ്മള് ഒരു മാളിലേക്ക് ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കും. ദുബായ് കണ്ടത് എത്രയോ വർഷം ഗൾഫിലാണ് നാളെ ദുബായ് കണ്ടത്. എന്നെ വിസിറ്റ് ചെയ്യണോണ്ടായിട്ട് അതിനായിട്ട് പെങ്ങളുടെ മോളാണ് കൊണ്ടിട്ട് ദുബായ് കണ്ടത്. പെങ്ങളുടെ മോളും മര്യാദ കൊണ്ടിട്ടാണ് ഞങ്ങൾ ദുബായ് കണ്ടത്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത്ര വർഷം ഞാൻ ദുബായിൽ വന്നിട്ട് ദുബായ് ഞാൻ കണ്ടിട്ട് ഇപ്പൊ ഒരു ക്ലാസ് കഴിയുമ്പോൾ ദുബായ്ക്ക് 1 മണിക്കൂർ നമുക്കിവിടെ എറണാകുളം പോണത് പോലല്ലോ പോയി കറങ്ങാറുണ്ട്. ഞാൻ അതും കണ്ടിട്ടില്ല. പെങ്ങളുടെ മോളാണ് ഒരിക്കൽ എന്നെ വിസിറ്റ് ചെയ്ത് പോയിട്ട് പോയത്. ഞങ്ങളിപ്പോ എന്നായിട്ട് വിസിറ്റ് ചെയ്യണോണ്ടായിട്ട് ഞങ്ങളെ കറങ്ങാനൊന്നും എന്നായിട്ട് കൊണ്ടുപോകല. ആകെ കൊണ്ടുപോയി കണ്ടു വെച്ചിട്ട് വെള്ളവണ്ടിയിൽ 7 മണിയാകുമ്പോ ഹെൽപ്പറിനെ ഇറക്കും. ഹെൽപ്പർ ഇറക്കിയിട്ട് ഞങ്ങളെ കയറ്റി. പക്ഷെ അതിന് ഞങ്ങൾ സന്തോഷിച്ചിരുന്നു കേട്ടോ.
ആ ലൈഫില് ഞങ്ങൾ 3 ആള് സന്തോഷിച്ചിട്ടുണ്ട്. ഞാൻ ആ 7 മണി തന്നെ വണ്ടിയിലേക്ക് അല്ല, അന്നത്തെ ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ നല്ല അവന് ബാക്കിൽ വേണമെങ്കിൽ കയറിയിരിക്കും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ അത്രയും നല്ലൊരു അപ്പൊ നമ്മുടെ എന്താ വെച്ചാൽ ആ ഒരു 2 മണിക്കൂർ കാണുന്ന ലൈഫൊന്നുമല്ല. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളുടേതായ കുറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട്. പക്ഷെ ഞങ്ങള് നല്ല ഭംഗിയിൽ തന്നെയാണ് നടക്കുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ ദുഃഖങ്ങളും ഇതും അല്ല മറ്റുള്ളവരെ രൂപത്തിൽ കാണിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഉള്ളതുകൊണ്ട് ഞങ്ങളിപ്പോ എല്ലാവരും ഭംഗി പോലെ തന്നെയാണ്. പലർക്കും പറയുന്നത് ഒട്ടും ഞാൻ ലൈഫിൽ ഇനി ഇങ്ങനെ ചെയ്യാൻ കഴുത്തിൽ വരുമെന്ന് വിചാരിച്ചിട്ടില്ല. എന്താ വെച്ചാൽ എൻ്റെ അമ്മയുടെ ലാസ്റ്റ് ഘട്ടത്തിൽ എൻ്റെ അമ്മ ഇതേപോലെ 10 പവൻ്റെ താഴ്ചയും ഒരു കരിമണിമാര് കൈമാറി ഒറ്റവാളി തടവാളി മോതിരമൊക്കെ ഇട്ടാറുണ്ട്. എൻ്റെ അമ്മ ഉണ്ടായിരുന്നൊരു കല്ലെടുത്ത് ലാസ്റ്റ് അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് അതില്ല. മരിക്കണേരത്ത് എൻ്റെ അമ്മ ഒരു ചെയ്യാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. പിന്നെ അങ്ങനെ ചിന്തിച്ചോ എൻ്റെ കാര്യത്തിൽ പോലും ചെയ്യപ്പോൾ അടുത്ത കാലത്ത് വരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാട്ടോ. ഞങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല പ്രതീക്ഷിച്ചിട്ടില്ല എനിക്കായിട്ട് വരുന്നത്. എന്താ വെച്ചാൽ നമ്മളൊരാളെ എനിക്ക് പുറത്തേക്ക് പറയില്ല. അല്ല നമ്മുടെ ഇഷ്ടം, അതായത് ഉണ്ണിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ വാച്ചിനോട് ഭയങ്കര വാച്ചിനോട് പറഞ്ഞു. ഇന്നലെ പറഞ്ഞ അനിയത്തോട് പറഞ്ഞു തമാശക്ക് ഞാൻ കൊണ്ടുപോയി വാച്ച് പോലും പറയാം. അമ്മയ്ക്ക് അച്ഛനും വാച്ച് മേടിച്ച മുതലാവുന്ന വെച്ചാൽ അവരെപ്പോഴും കെട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞേ ഇതൊക്കെ ലോക്കൽ വാച്ച് ഇതിനല്ല കേട്ടാ. എന്റെ കൈമ ഇത് ലോക്കൽ എന്റെ ഒരു ലാടയുടെ വാച്ചൊക്കെ മേടിച്ച് കെട്ടണം പുറത്തേക്ക് ഫംഗ്ഷന് പോകുമ്പോ. എന്താ വെച്ചാ ഈ ലാടയുടെ വാച്ച് ലാടൊക്കെ റാണോ എനിക്കാണ്. അത് പിന്നെ അന്നയുടെ ഞങ്ങളവിടെ പലരുണ്ടെങ്കിലും ഇപ്പൊ എന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ കൈമ വായിച്ചിരുന്നു. പിന്നെ അന്നയുടെ കൂട്ടുകാരും ബാബുവിന്റെ അടുത്ത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ പെങ്ങളുടെ ഭർത്താവിന്റെ അന്നയുടെ പെങ്ങളുടെ ഭർത്താവിന്റെ ആളിയുടെ കൈമ കണ്ടു. പിന്നെ അവിടെ ഞങ്ങളുണ്ടായിരുന്നു ആളിയുടെ കൈമ അന്നത്തെ വാച്ച് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. ഈ വാച്ചിന്റെ ഇതൊന്നും നിൽക്കില്ല. ഇന്നലെ പോയിട്ട് വെറുതെ ചേച്ചി പറയാം സാധാ മോഡലിൽ 50,000 സ്റ്റാർട്ട് ചെയ്യുന്നത്. നോർമൽ മോഡല് 50-60 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവരോട് തമാശക്ക് പുറത്തിറങ്ങി അങ്ങനൊരു വാച്ചൊക്കെ കെട്ടണം എനിക്ക് ആ മേടിച്ചിട്ട്. ഇന്നലെ നോക്കി ചുമ്മാ വാച്ച് കടയിൽ കയറി നമ്മള് ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടല്ലോ. ഞാൻ പെബിയോട് പറഞ്ഞു അമ്മേരെ വയറ്റിലാണ് നമ്മളെ വീട്ടിലെല്ലാരും കാട്ടും കുറവ് വരുന്ന അമ്മേരെ വയറ്റില. അമ്മയ്ക്കൊരു മാലയാണെങ്കിലോ അത് ഇങ്ങനെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചുള്ള ഒരാളാണ്. അപ്പൊ എന്താ എനിക്ക് വേഗം നിങ്ങൾ എത്ര സ്പീഡിലാവുന്ന ഞങ്ങക്ക് തന്നെ അറിയില്ല. എവിടെ നിന്ന് കാണുന്ന ചേച്ചിക്കായിരുന്നു. ഞങ്ങളുടെ ലൈവ് ഞങ്ങളുടെ ആയുസ് മാത്രമേ ചേച്ചിയുടെ കാൽപ്പാതിൽ വെക്കാൻ പറ്റുള്ളൂ. വേറെ നിങ്ങൾക്ക് ഒന്നും ഒരു ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് വേറെ ഒന്നും തരാനില്ല. ചേച്ചിയുടെ മുന്നിലേക്ക് ഞങ്ങൾ എന്താ തരിക? ഞങ്ങളെ മനസ്സൊരുക്കിയിട്ട് ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചേച്ചിക്കും ചേച്ചിയുടെ കുടുംബത്തിന് ദീർഘായുസ് കൊടുക്കണം. വിഷമുണ്ടെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിലും ഒരു മിനിറ്റ് കൊണ്ട് മനസ്സിൽ നിങ്ങൾ കാണണം. അതേ വീഡിയോ ചേച്ചി കാണണം. അപ്പൊ ചേച്ചിക്ക് ചിന്തിക്കാം ഇവിടെ ആർഭാടത്തിന് മനസ്സിലാക്കാനൊരു മനസ്സും കൂടി വേണം. നമ്മളൊരു വീഡിയോ കാണുമ്പോൾ അവരെന്താന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സും കൂടി ഉണ്ടെങ്കിൽ ഒരു വിഷയമില്ല. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ എന്റെ സാരിയുടെ റേറ്റ് എനിക്ക് റേറ്റ് പറയുന്നത് മേടിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഞങ്ങള് മേടിച്ച സാരിയുടെ റേറ്റ് പറയുന്നത് നിങ്ങൾ ഹൈഡ് ചെയ്യാൻ മേടിച്ചിട്ടാണ് പറയാറ്. ഞങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞങ്ങൾ ഹൈഡ് മേടിച്ച സാരി അപ്പൊ എല്ലാരും കരഞ്ഞു. എല്ലാവരും കരഞ്ഞു. ഇതിലെല്ലാവരും കരഞ്ഞു. കരയാത്തവര് ആരുമില്ല. മജോനടക്കം കരഞ്ഞു. അത് അമ്മേനെ അങ്ങനെ മാലിട്ട് കാണുന്ന ഞങ്ങൾ എല്ലാരും ആഗ്രഹിച്ചിട്ടുള്ള ഒരു ദിവസമാണ്. എന്തെങ്കിലും അമ്മേനെ മാലിട്ട് വലിയ മാലിട്ട് കാണണമെന്ന്. നാളെ അത് കാണണവർക്ക് ഓർക്കണ്ടാവില്ല. ഈ ഒരു മാല ലൈഫിൽ ഒരിക്കലും അമ്മേനെ ഇത് ഒന്നിനും മുക്കി കളയാൻ പറ്റാത്ത വിലപ്പെടുപ്പുള്ള ഒരു മുതലായിട്ട് എൻ്റെ ലൈഫിൽ അവർ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ എൻ്റെ മരണ വരെ എൻ്റെ ദേഹത്തുണ്ടാവും. എൻ്റെ ശരീരത്തോട് ഒട്ടിയെടുക്കും. എന്നും ഇതുമാ താലി ഉണ്ടാവും. ഇനി എത്ര കോടി രൂപ ലോട്ടറി അടിച്ചാലും ഇതുമ്പോ താലിയായിട്ട് എൻ്റെ കഴുത്തിൽ ഇത്തിരി ചെയ്ത് കൂടി ഉണ്ടാവും. അത് ഉറപ്പാണ്.
അങ്ങനെ ഇന്നത്തെ ഒരു ദിവസമാണ് നമ്മുടെ പൊന്നുവിൻ്റെ പാൽക്കാച്ചിലാണ്, ടെവിൻ്റെ പാൽക്കാച്ചിലാണ്. അപ്പോൾ ഈ പൊന്നുവിൻ്റെ പുതിയ വീട്, പുതിയൊരു ലൈഫിലേക്ക് പൊന്നു കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തുടക്കം നമ്മൾ പാല് കാച്ചിട്ടാണ് ആഘോഷിച്ചിട്ട് പ്രത്യേകിച്ച് നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല. വീട് ഒതുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ബുധനാഴ്ചയില്ല പിന്നെ നല്ല ദിവസമല്ലേ നമുക്ക് ഇന്ന് പാല് കാച്ചാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പാലൊക്കെ കാച്ചി പാല് കാച്ചി ഹാപ്പി, എല്ലാവരും സന്തോഷത്തോടെ പാല് പൊന്താൻ നോക്കിയിരിക്കട്ടെ. കൊടുക്കിടയ്ക്ക് വരും പാല് പൊന്താറായില്ലേ നോക്കിയിരിക്കട്ടോ. അനേട്ടാ മോളുടെ വീട് താമസം വരെ എന്താ പറയാ? കാത്തു ആരുടെ വീടാ? പിന്നെ ഇതാരുടെ വീടാ? ഇതാരുടെ വീടാ? എല്ലാം പറയും മൂന്നാൾക്ക് ലൈഫിൽ ഇനി ഇതിന് വലിയ ഉയരങ്ങൾ എത്ര ഇപ്പം നോക്കും. ഇതാണോ മോള് വാടക വീട്ടിലേക്ക് എത്തിയ ഉയരങ്ങളെന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ അവർ വെറും വട്ടപൂജയായിരുന്നു അല്ലേ. അവർ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു വട്ടപൂജ, അവിടെ നിന്ന് ഓരോന്ന് സ്വന്തമാക്കി. അത് നമ്മൾ അവരുടെ രണ്ടാളെ ഏജ് നമ്മളറിയിക്കണം. ആ ഏജിൻ്റെ ഉള്ളിൽ അവർ ഓരോന്ന് അവരുടെ സ്വന്തം ലൈഫിലേക്ക് ഓരോന്ന് ചെയ്യാമെന്നാണ്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അതെല്ലാവർക്കും എങ്ങനെയാണ് മനസ്സിലാവണം എന്താണെന്ന് നിൽക്കാറ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഷെബിനും പൊന്നുവിൻ്റെ ഈ വയസ്സിൽ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വലിയ കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ പണ്ട് കല്യാണം കഴിഞ്ഞ ഏജ് വരുമ്പോൾ കൂട്ടുകുടുംബത്തെ അച്ഛൻ്റെ അമ്മയുടെ ചിലവിൽ അല്ലേ, അത് ചിലവിലല്ല അച്ഛനും അമ്മയുടെയും കൂടെ ജീവിക്കുക. എന്നോട് വിളിച്ചു കഴിഞ്ഞിട്ട് തുടക്കി അങ്ങനത്തെ ഒരു ലൈഫ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അല്ലാതെ അപ്പോൾ പിന്നെ അവിടുന്ന് 8, 9, 10 വർഷം കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം ഒരു വീടും കാര്യങ്ങളൊക്കെ ആയി മാറട്ടോ. ആ ഒരു കാര്യത്തിൽ പൊന്നു സ്വന്തമായിട്ട് അവരുടെ ഒരു വാടക വീട് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് വീടില്ലാഞ്ഞിട്ടല്ലേ, പക്ഷെ അവിടേക്ക് അവർ കയറാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അവർ വാടക വീടെടുത്തു. അവരവിടെ പുതിയൊരു ലൈഫ് തുടങ്ങുകയാണ്, ഒരു പുതിയ അധ്യായം അവർ തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ അവർ പതുക്കെ സ്വന്തം വീടും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാവാൻ വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് അതും അവർ നേടും. എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട്. അവർ രണ്ടാളുടെ കാര്യത്തിലും നല്ല ആത്മവിശ്വാസം ഉണ്ട്. അവരതും ഇല്ല കേട്ടാ, അവരുടെ കാര്യത്തിൽ എല്ലാം ഐശ്വര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ആദ്യം കിട്ടിയത് അവരൊക്കത്തിരിക്കുന്ന പൊന്നു മോളിന് തന്നെയാണ് കേട്ടോ. അവരുടെ ലൈഫിൽ ആദ്യം കിട്ടിയത് ഒരു മഹാലക്ഷ്മീനെ തന്നെയാണ് അവർക്ക് ലൈഫിൽ കിട്ടിയത്. അപ്പോൾ അവിടെ നിന്ന് വെച്ചടി കയറ്റങ്ങളായിട്ട് മഹാലക്ഷ്മി ഞങ്ങളുടെ ഇതിന് നല്ലൊരു മാലാക കുഞ്ഞിൻ്റെ തന്നെയാണ് കിട്ടിക്കുന്നത് അല്ലേ. അല്ല അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും അവരുടെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലുള്ളൊരു ഇതായിരുന്നു കേട്ടോ അവർക്ക്. പിന്നെ എനിക്ക് അവർ തൃശ്ശൂർ താമസിക്കുമ്പോൾ അത്ര സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. വേറെ ഒന്നല്ല, ശബ്ദം അടഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അവരെ കാണാനെങ്കിലൊക്കെ 1 മണിക്കൂർ യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊട്ട റോഡ് അങ്ങനെയൊക്കെ. ഇത് ഞങ്ങൾക്ക് 1.5 കിലോമീറ്ററുള്ളൂ അവർ ഞങ്ങളുടെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഞങ്ങളുടെ അടുത്ത് ഓടിയെത്താട്ട. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ശോഭാ സിറ്റിയിലേക്ക് കേട്ടോ. ശോഭാ സിറ്റിക്ക് എനിക്ക് തൊണ്ടൊക്കെ അപ്പം കെട്ടിയിട്ട് അടഞ്ഞിരിക്കുക. അപ്പോൾ ശോഭാ സിറ്റി പോയിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നല്ല കേട്ടോ. ഞങ്ങൾ ശോഭാ സിറ്റി പോകും. കാരണം ഷെബിക്ക് ഒരു സ്റ്റാൻഡ് വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് അവരെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇവിടെ ഉള്ളപ്പോൾ ഞങ്ങൾ രണ്ടോട്ടും ഒരു സ്റ്റാൻഡ് യൂസ് ചെയ്തിരുന്നു. അവരുടെ സ്റ്റാൻഡ് പൊട്ടിയിരുന്നു. പിന്നെ എൻ്റെ സ്റ്റാൻഡുമായി അവർ വീഡിയോ എടുത്തിരുന്നുണ്ട്. അപ്പോൾ അവർ ഒരു പുതിയ സ്റ്റാൻഡ് മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയത് കേട്ടോ. ഞങ്ങൾ വീഡിയോ എടുക്കാനുള്ള സ്റ്റാൻഡ് മേടിക്കാൻ വേണ്ടി പോയത്. അതാണ് ഞങ്ങൾ തക്കാളി മേടിക്കാൻ പോകുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഹാപ്പിയായിട്ട് ഒരുമിച്ച് പോവുക. അതാണ് കാര്യം. അപ്പോൾ അങ്ങനെ അച്ചാച്ചന് മോള് ഭയങ്കര കളിയാട്ടോ. അവർ ഉമ്മ വയ്ക്കുന്നുണ്ട്, ഭയങ്കര കളി. കാർത്തുമ്മ വേറെ ലെവലാട്ടോ. അത് നിങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നേക്കാൾ അപ്പുറമാണ് കാർത്തുമ്മ എന്നൊരു ക്യാരക്ടർ. ഭയങ്കര സ്നേഹം വെച്ചാൽ സത്യം പറഞ്ഞപ്പോൾ ഞാൻ 5ാമത്തെ പ്രസവിച്ചു എന്ന് വെച്ചിട്ട് ഇരിക്കുന്നത്. അവരവിടെ വീട്ടിൽ പോയാലും അവൾക്ക് ഇവിടുത്തെ പോകാൻ ഇഷ്ടമില്ലായിരുന്നു. അവർ പോകുമ്പോൾ അവർ കൂടെ പോയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അവർ വന്ന് കൊണ്ടുപോയി ചെയ്തിട്ടോ. അവൾക്ക് ഇവിടെ അച്ചാച്ചൻ്റെ അമ്മാമ്മയുടെ കൂടെ നിൽക്കുക ഇഷ്ടം. മാമൻ്റെ മേമ്മയുടെ കൂടെയൊക്കെ കളിച്ച് നടക്കാനാവുന്നു കാർത്തുമ്മയ്ക്ക് ഇഷ്ടം. അപ്പോൾ ശബ്ദം തറമ്പച്ചുണ്ട് കേട്ടോ. വേറെ ഒന്നര കപക്കെട്ടുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ശോഭാ സിറ്റിയിൽ കുറച്ച് നേരം അവിടെ കറങ്ങി. അപ്പോൾ കുണുക്കം പറഞ്ഞു കുറേ ദിവസമായില്ല അമ്മ ശോഭാ സിറ്റിയിൽ വന്നിട്ട് നമുക്ക് എന്താ പറയുക ഗെയിമിലൊക്കെ ഒന്ന് കയറ്റി വെച്ചു. മുന്നേ വെച്ചു 1/2 മണിക്കൂർ 100 രൂപ കൊടുത്ത് രണ്ടാളും ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഓക്കെ എന്നുണ്ട് അവർ രണ്ടാളും ഗെയിമിൽ കയറ്റിയിട്ടാണ്. പിന്നെ ഞങ്ങൾ ഗെയിമിൽ കയറ്റേക്കാൾ മുന്നേ ഞങ്ങൾക്കൊരു വാച്ച് വെറുതെ നോക്കാൻ വേണ്ടി കയറി കേട്ടോ. ഷെബി വാച്ച് നോക്കാൻ കയറി. അവിടെ വീഡിയോ എടുത്തില്ല. ഞങ്ങൾ വാച്ച് കട ഞങ്ങൾ ആദ്യമായിട്ട് വാച്ച് എടുത്ത കട കേട്ടോ. അപ്പോൾ അവിടെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ കയറി. പെർഫ്യൂം ശോഭസിൻ്റെ പെർഫ്യൂം കട അവരും അതുപോലെ ഗെയിമിൽ അവരൊക്കെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം ആൾക്കാരെന്നുള്ള നിലയ്ക്ക് നമ്മൾ അവരെയൊക്കെ കാണാറ്. ഇടയ്ക്ക് അവരെ പോയി കണ്ട എല്ലാവരുടെ അടുത്തും ഒന്ന് കയറി വർത്തമാനം പറഞ്ഞിട്ടൊക്കെ വരട്ടെ. സത്യം പറഞ്ഞാൽ
തറവാട്ടിൽ പോണ പ്രതീകല്ലേ. ആൾക്കാരെ കാണുമ്പോൾ വിരുന്ന് പോകാൻ ഞങ്ങളൊന്ന് മേടിക്കാൻ ഇങ്ങനെ അവരുടെ അടുത്തൊക്കെ പോവട്ടോ. കാര്യമായിട്ട് വീടുകളൊന്നുമില്ല. അപ്പം നമ്മളെ വിരുന്ന് പോക്ക് ഇങ്ങനെയാണ്. വിരുന്ന് പോകാൻ പ്രത്യേകിച്ചും കാര്യം എവിടെ ഇല്ലാത്ത ശോഭസിൽ അല്ല വിരുന്ന് പോകാനൊക്കെ ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ നമുക്ക് ഉണ്ട് കേട്ടോ. വിരുന്ന് പോകാൻ ആൾക്കാരുണ്ട്. ഇപ്പൊ എല്ലാവരും ആയി. ഇന്നലെ പെങ്ങളുടെ അവിടെ പോയി, അവിടെ കുറെ നേരം കളിച്ചു ചിരിച്ചു കണ്ട പിന്നെ കുണിക്കും. ഇപ്പോഴും ശോഭസിറ്റിയിൽ ആ വെള്ളത്തിൻ്റെ അവിടെ ചെറിയ ചെറിയ കടകൾ വന്നിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി പോയതായിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. പിന്നത്തെ വീഡിയോയുടെ ഇടയിൽ അതായത് ഇന്നലത്തെ കുഞ്ഞപ്പൊന്നിൻ്റെ പാലുകാച്ചൻ്റെ വീഡിയോ കൂടിയിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഗിഫ്റ്റ് ഇട്ടത് കണ്ടില്ലേ. അപ്പോൾ ആ ഗിഫ്റ്റ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നാളെ തെച്ചിട്ട് ആ അമ്പലത്തിൻ്റെ അവിടെ പോയിട്ട് കുഞ്ഞ് താലി അപ്പോൾ അതിനോട് കുറച്ചും കൂടി നമുക്ക് വലിയ താലി മേടിക്കാണ്ട് ഒരു കുറച്ചും കൂടി വലിയൊരു താലി മേടിച്ചു. ഒരു പോയിന്റ് അതായത് ഓരോ ആഗ്രഹങ്ങളല്ലേ നമ്മുടെ ഓരോ പടി ഇങ്ങനെ മുന്നോട്ട് പോകാനില്ല. അപ്പോൾ കുറച്ചും കൂടി വലിയൊരു താലി മേടിച്ചു. തെച്ചിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് താലി പൂജിച്ചതിന് ശേഷം അതിനായിട്ട് ഡയറത്തിൽ കെട്ടിയത്. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഗുരുവായൂരപ്പന്റെ മുന്നിൽ നമുക്ക് മാലയിടാൻ യോഗ ഉണ്ടായി. ഇന്നിപ്പോ തെച്ചിട്ട് അമ്മേടെ നടയിലേക്ക് പോകണം. ഈ നിമിഷം വരെ ഒരു തടസ്സങ്ങളും ഇല്ല. നാളെ നേരെ വെളുത്ത ഒരു തടസ്സങ്ങളും ഇല്ലാണ്ട് ഇത് പലർക്കും കണ്ടന്റ് ആയിട്ട് തോന്നാൻ പറയാം. ഒരിക്കലല്ല ഞങ്ങൾക്ക് ഇതൊരു കണ്ടന്റ് ആയിട്ടല്ല. ഞങ്ങളുടെ ലൈഫിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. ചിലവര് ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളോ, ചിലവർക്ക് ചെയ്യാൻ ഒരു കുറേ ആൾക്കാർ ഇപ്പോൾ വീണ്ടും ഗുരുവായൂരൊന്നും മാറുന്നുണ്ട്. പക്ഷെ അത് നടയുടെ മുന്നേ അതിലിടും. പക്ഷെ അതല്ല മണ്ഡപത്തിൽ കയറിയിടുന്നില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യണം. ഞാൻ വീണ്ടും എന്ന് പറയണം, നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കണം. അല്ലാണ്ട് അവരെന്ത് ചിന്തിക്കും ഇവരെന്ത് ചിന്തിക്കും എന്ന് ഇവരുടെ ജീവിതമൊന്നുമല്ലല്ലോ. നമ്മുടെ ജീവിതമല്ല, അത് നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ച് തീർക്കണ്ടേ. ദൈവം നമ്മൾ ചത്തുപോയി അവിടെ നീ എന്താ ജീവിച്ചു, നാട്ടുകാരുടെ ഇഷ്ടത്തിനാണോ ജീവിച്ചത്, നിന്റെ ഇഷ്ടത്തിനാണോ ജീവിച്ചത് വെച്ചാൽ പലരും മറുപടി വേണ്ട. അപ്പം അങ്ങനെയാണ്. ഇനി ഈ എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം വേണം. നിങ്ങൾ എങ്ങനെയാണോ ഞങ്ങളെ കാണണമെന്ന് പലരും ഒരു നെഗറ്റീവ്. പക്ഷേ എനിക്ക് നെഗറ്റീവിനോടൊന്നും നിങ്ങൾക്ക് എന്നെ അറിയാത്തതുകൊണ്ടായിരിക്കും, അത്രേ പറയുള്ളൂ. എൻ്റെ മനസ്സിൽ സത്യം മാത്രം ഈ കുടുംബത്തെ അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ പിണക്കങ്ങളായിപ്പോൾ ഞങ്ങൾ ഈ കുടുംബത്തിൽ ഇപ്പോൾ 8 ആളുണ്ട്. ആ 8 ആളിൽ കാർത്തുമോൾക്ക് മാത്രം തല്ലിടാൻ അറിയാത്തുള്ളൂ. കാർത്തുമോള് പഠിച്ചു തുടങ്ങിയപ്പോൾ തല്ലുണ്ടാക്കും. കാർത്തുമോൾ എന്തെങ്കിലും വല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് മിഠായി അവളിങ്ങനെ കാണിക്കും. ആ കാണിച്ചിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധ വേറെ എവിടേക്കാനും വിട്ട് അപ്പം കിട്ടും കൊന്നിക്കൊന്ന്. ആ അടിക്കും ഉണ്ടല്ലോ, ആ അടി എന്താ എന്തുകൊണ്ട് അടിക്കാന്ന് പറയാ, പൊന്നോണ്ട് അടിക്കുന്ന മാതിരിയാണ്. എന്റെ പൊന്നീച്ച വറക്കും. എന്നാലും എന്റെ പൊന്നുമോളിലെ കാത്തുമോള് പൊന്നോണ്ട് അടിക്കുന്ന മാതിരിയാണ്. ആ കൈ വീഴുമ്പോ സന്തോഷിക്കണ്ട. ഞങ്ങൾ തമ്മിൽ പിണക്കണ്ട്. പൊന്നായാലും കുഞ്ഞിനായാലും ഷേബിയായാലും ഞങ്ങളെല്ലാവരും ഷേബിയായിട്ടൊക്കെ ഞാൻ തല ഉണ്ടാക്കാറുണ്ട്. പൊന്നായിട്ട് ഉണ്ടാക്കാറുണ്ട്, കുഞ്ഞിനായിട്ട് കുണുക്കനായിട്ട് കുണുക്കിയിട്ട് അനിയായിട്ടായിട്ട് ഞാൻ തല ഉണ്ടാക്കാറുണ്ട്. കാർത്തുമോളോട് മാത്രം. അതിപ്പോഴേ ഇന്നലെ ശോഭസിറ്റി പോയപ്പം ഉരുളക്കിഴങ്ങ് ഇവര് കുഞ്ഞിനും രാജ് പോയ 100 രൂപയുടെ ഉരുളക്കിഴങ്ങ് വറക്കണം എന്നിട്ട് ആദ്യം ഇവർ മേടിക്കാം. കുണുക്കിന് വിളിക്കാണ്ട് അവർക്ക് ഇന്ന് ഗെയിം കളിക്കാണ്ട് അവർ ഓടി. അപ്പം ഞങ്ങൾ ആ മൈൻഡ് വിട്ടു. കാർത്ത് മേടിച്ചോണ്ടത് അത് മിപ്പിച്ചേട്ടൻ വന്നോ, മിപ്പിച്ചേട്ടൻ ട്രിപ്പ് പോയിട്ട്. അപ്പോൾ ആ ഒരു മൈൻഡ് നമ്മൾ വിട്ടു. ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ നോക്കുമ്പോൾ അമ്മ അമ്മ എന്ന് വിളിക്കും. അപ്പോൾ ഞാൻ വിളിയാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നിട്ട് വെള്ളയിലേക്കല്ല നോക്കുന്നത്, അവിടേക്കാണ് നോക്കുന്നത്. ചെകിടത്ത് നോക്കി 2 പേട. ഇപ്പൊ ഞാൻ എന്തായാലും ഉരുളക്കിഴങ്ങ് അപ്പൊ അത് ഇൻസ്റ്റയില് വീഡിയോ ഇടും. പൊന്നു എടുത്തു വെച്ചിട്ടുണ്ട്. ആ പൊന്നു സാവകാശം എഡിറ്റ് ചെയ്തിട്ട് പൊന്നു വീഡിയോ കാണേണ്ട വീഡിയോ. ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളാണ് അതൊക്കെ. ഇപ്പൊ ഇന്നലെ ഞങ്ങൾ പണ്ട് ശോഭസിറ്റി പോയി. പക്ഷെ ഞങ്ങൾ പോയിട്ട് ഒരുപാട് കാശരും കാര്യമൊന്നും ഇല്ല. അവിടെ പോയി കൊടുക്കുന്ന കാര്യം ഞങ്ങൾ അവിടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇവിടെ ഒരു ചായ കുടിച്ചു. ഒരേ കാലി ചായ കുടിച്ചു. ഉരുളക്കിഴങ്ങ് വറുത്തത് കുണിക്ക് കാർത്തും കഴിച്ചു. ഇതൊക്കെയാണ് നിങ്ങളുടെ. പിന്നെ 2 ഓരോ ഐസ്ക്രീം മേടിച്ചു. ഇവിടെ മക്കള് ഗെയിമിന് പോയ സമയത്ത് ഷേപ്പിൽ പോയിട്ട് പൊന്നിനും കുഞ്ഞിനും ഓരോ ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. സ്വകാര്യാണ്. എൻ്റെ മക്കളെ അറിഞ്ഞിട്ടില്ല. എന്താ വെച്ചാൽ കപക്കെട്ടുണ്ട്. പിന്നെ അങ്ങനെ മേടിച്ചു കൊടുക്കണ്ട അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇന്നലെ ശോഭയിൽ കണ്ടവരുണ്ട്. പക്ഷെ ഇത് ഞങ്ങൾക്ക് പോയത് ഞങ്ങൾ ആ വഴിക്ക് പോകണമെങ്കിൽ അവിടെ കയറി ആ നേരം ആ വെള്ളത്തിൻ്റെ ഇടയ്ക്ക് പോയിരുന്നു. ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു. മക്കൾക്ക് എൻ്റർടൈൻമെൻറ്റ് കൊടുത്തു. നമ്മൾ പറയട്ടെ, നിങ്ങൾ പറയണം നിങ്ങളുടെ ദൂരത്ത്. അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഇന്നിപ്പോൾ ഞാൻ നല്ല സാരി എടുത്തു, നല്ല
നമുക്ക് ഇനി എന്നാ അതൊക്കെ ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടങ്ങളുണ്ടായിരുന്നു. അതായത് ഗൾഫിലുള്ളപ്പോൾ 10,000 രൂപ അയച്ചെന്ന് അതുകൊണ്ട് വീട്ടിലെ ചിലവിനും കാര്യങ്ങളും കടത്തി കുഞ്ഞിൻ്റെ ചികിത്സ, കുഞ്ഞിൻ്റെ പാൽപ്പൊട്ടിൻ്റെ റേറ്റിനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡപ്പ ഒരു ദിവസം 500 രൂപയാണ് ഒരു ദിവസം അന്ന് കുടിച്ചായിരുന്നു. അങ്ങനെ ഒരു 3-4 വർഷം കുടിച്ചത്. അപ്പം എനിക്ക് അയച്ചതിന് ഷൈനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് നല്ലൊരു സാരി എടുക്കാനോ നല്ലൊരു ഡ്രസ്സ് എടുക്കാനോ വല്ല ഫംഗ്ഷൻ എന്തെങ്കിലും എടുക്കാനോ നല്ലതെന്ന്. അപ്പോൾ ഇപ്പോൾ കൂടുതലുണ്ടായിട്ട് പ്രശ്നമുണ്ട് അപ്പുറത്തുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും പിന്നെ നമ്മൾ 10 ആളുടെ മുന്നിലേക്ക് പോകും. ഇപ്പം നമ്മളെ പണ്ടത്തെ പോലെ പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലുള്ളൊരു നമ്മുടെ ബന്ധുക്കൾ ഇന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എവിടെ പോയാലും ഒരുപാട് ആൾക്കാർ നമ്മൾ അറിയണവർ ഓടി വരുന്നു, സെൽഫി എടുക്കണം. അപ്പം നമ്മൾ നീറ്റായിട്ടുള്ള ഡ്രസ്സിലും കാര്യങ്ങൾക്ക് പോകണം. അത് നമ്മളൊരു ആഗ്രഹമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ച് വളർന്നത് അനുവായിട്ടും ജനിച്ച് വളർന്നത് നല്ലൊരു വീട്ടിൽ നല്ലൊരു അച്ഛൻ്റെ അമ്മയുടെ ഒരുപാട് അത്യാവശ്യം കുഴപ്പമില്ലാതെ മുതലും കാലം വീട്ടിൽ തന്നെയാണ് അനുവായിട്ടും ജനിച്ച്. ഞാൻ ഓർമ്മ വെച്ച് വരുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ കാശുമ്മ കിടന്ന് ജീവിച്ചു വളർന്നത് അതുപോലൊക്കെ ജീവിച്ചു വളർന്നത് തന്നെയാണ് ഞാൻ. പിന്നെ നമ്മുടെ കഷ്ടകാല സമയത്ത് അച്ഛൻ ചാരയെ നിരോധിച്ചു. അച്ഛൻ ആർക്കൊക്കെ പലിശയ്ക്ക് കൊടുത്തു. പെട്ടെന്ന് അച്ഛൻ അറ്റാക്കായി മരിച്ചു. ഞങ്ങളുടെ മുതലൊക്കെ അങ്ങനെ നഷ്ടപ്പെട്ടു. പക്ഷേ ആ നഷ്ടപ്പെട്ടിട്ട് എനിക്ക് ആകെ ഒരു 2 മാസം വേണ്ടി വന്നുള്ളൂ വീട്ടിലിങ്ങനെ. അച്ഛൻ നഷ്ടപ്പെട്ട് ആ ഒരു വിഷമത്തിൽ ആകുമ്പോഴേക്കും അച്ഛൻ്റെ അതേ സ്വഭാവം അച്ഛൻ ചെയ്യണ പോലെ ചെയ്യാനും അച്ഛൻ്റെ പോലെ കെയറിങ് ചെയ്യാനുള്ള ഒരാളെ എനിക്ക് കിട്ടി എൻ്റെ വീട്ടിൽ. അച്ഛൻ എനിക്ക് ചെയ്ത പോലെ മാത്രമല്ല അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്യണ പോലെ തന്നെ ആ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടേണ്ട ഒരു മരുവനെ ദൈവം ഞങ്ങൾക്ക് തന്നു. അപ്പം അതിന് വലിയ ഉപരി എന്താ ലോകത്ത് ഇപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഒരു സാരി എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴെല്ലാം എടുക്കാൻ പറ്റുള്ളൂ. ഇനി എപ്പോഴും എടുക്കാം. ഇനിയിപ്പോൾ നാളെ കുണുക്കന് ചോറിയിട്ട് അതിന് കുണക്കെടുത്തായിരുന്നേക്കണം. പൊന്നിന് ഇന്നും പൊന്നിനോടോ ഷെബിയോടോ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ട് ഒരു കാര്യം ചോദിക്കാൻ. അപ്പോൾ അവിടെ കല്യാണം അവളും പൊന്നിനും കാശിന് അവരെ ഞങ്ങൾക്ക് സഹായിക്കാനും പറ്റും. ഞാൻ പറഞ്ഞു അമ്മോട് കൂട്ടി പറ്റിയിട്ടുണ്ട് അമ്മയ്ക്ക് വീട്ടിലെ കാരണം ഒരുപാട് പ്രശ്നം. അപ്പോൾ അവൾ പറയാം വേണ്ട അമ്മയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല ഒന്നും അമ്മ ചെയ്യണം. അവളും പറയാറുണ്ട്. അവൾ ഇങ്ങോട്ട് പറഞ്ഞു അമ്മ ഇത്രയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ഇത്രയൊക്കെ സമ്മതിക്കും, അമ്മയ്ക്ക് അച്ഛനും ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവൾ എന്നോട് പറയുന്നുണ്ട്. അപ്പം അതിനിപ്പോൾ എന്താ അതൊന്നും കുഴപ്പമില്ല, അതൊന്നും സാരം നിങ്ങൾ അന്തസ്സായി ജീവിക്കണു. അത് ഞങ്ങളൊന്നും തരാണ്ട് നിങ്ങൾ രണ്ടാളും സന്തോഷത്തോടെ ജീവിക്കണം. അതല്ലേ ഏറ്റവും വലുത്. അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അവർ നന്നായി ജീവിക്കണം, അത് മതി. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞെ മേടിച്ചൊരു കുണുക്ക മേടിച്ചൊരു ഒന്നും എനിക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാശ് കൊണ്ട് ഞങ്ങൾ മേടിക്കണു കേട്ടോ. അല്ലാണ്ട് ഇപ്പം എന്താ അന്വേഷണമാണ് കേട്ടോ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. നീ ആ സാരി എടുക്കുക, ഞാൻ ഇതിലെടുക്കുക വേണ്ട കേട്ടോ. അതിന് അന്വേഷണം ഒരു പൊടിക്ക് സമ്മതിക്കരുത്. നീ അതെടുക്കുക, നീ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ എടുക്കുക, നിനക്കത് ഭയങ്കര അതൊക്കെ. അത് ചിലപ്പോൾ ജയലക്ഷ്മിയിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നത് വെച്ചാൽ ഞാൻ സാരി എടുക്കാൻ നമ്മൾ കൂടുതൽ അവിടെ പോകുമ്പോൾ അവിടുത്തെ സ്റ്റാഫൊക്കെ അറിഞ്ഞാൽ താഴെ ഇരിക്കുമ്പോൾ അപ്പോൾ അവിടുത്തെ ചേച്ചിയെ മുകളിലേക്ക് പോകുമ്പോൾ അന്വേഷണം വാ നിനക്ക് ഇവിടുത്തെ പറ്റില്ല മുകളിലേക്ക് വാ, അച്ഛനും മക്കളും മുകളിലേക്ക് വാ, മുകളിലത്തെ സാരികളാണ് നിനക്ക് പറ്റുക, അവിടെ നിന്ന് എടുക്കുക. അങ്ങനെ ഒരു 3-4 സാരി അതിന്റെ വില പറയാനൊന്നും ഒരു മടിയില്ല. നിങ്ങൾ ചോദിച്ച ഏത് സാരിയുടെ വില ഉണ്ട് ചോദിച്ചാൽ സാരികളുടെ വില സാരി ഹൈഡ് ചെയ്തിട്ടൊന്നുമില്ല. കുറച്ച് പഴയ സാരികൾ അലമാരിലുണ്ട്. ഞങ്ങളുടെ ഈ അലമാര സാരി അതൊക്കെ എടുത്തിട്ട് ഞാൻ ഇതിലുകൊണ്ട് വെച്ചു. അല്ലാണ്ട് ഒരു സാരി നിങ്ങളുടെ മുന്നിൽ ഹൈഡ് ചെയ്യേണ്ട കാര്യം എന്താ? ഞങ്ങളുടെ കാശ് കൊണ്ട് എടുക്കുന്ന സാരി ഒരു 10 സാരി കൂടി കാണിച്ചാൽ നിങ്ങൾക്ക് അത്രയും വീഡിയോ കുറച്ചൊന്നും ലൈറ്റ് കിട്ടിയാണ്. എൻ്റെ ഉള്ള സാരി ഇനി എൻ്റെ സാരി ഇല്ലായിരുന്നില്ല. പഴയ സാരിയുടെ ഇനി കുറച്ചിരിക്കും കല്യാണ സാരി എടുക്കണം. അത് ഞാൻ ഇന്നാണ് നോക്കി അതിൻ്റെ ഉള്ളിലേക്ക് കിട്ടിയില്ല, അടിയിൽ തട്ടിലോ ഒന്നും. അപ്പം അതൊക്കെ എടുത്ത് ഡ്രൈ ക്ലീനൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈഫിലെ നല്ല നല്ല നിമിഷങ്ങളും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതൊന്നല്ല ഒരാളുടെ ജീവിതം. പിന്നെ 10,000 രൂപ ഗൾഫിൽ നിന്ന് അയച്ചത് എനിക്ക് അതിനുള്ള സാലറി ഉണ്ടായിരുന്നുണ്ട്, അതും പറയാലോ. പിന്നെ കുറച്ച് നാൾ എനിക്ക് അവിടുത്തെ ഈ ടെലിഫോണിന്റെ കാർഡ് വിൽക്കണം, അത് ഈ ബൂത്തിൽ ഇടുന്ന കാർഡും പിന്നെ കോൾ ചെയ്യുന്ന കാർഡും വിൽക്കുമ്പോൾ എനിക്ക് കുറച്ച് അതിൽ ഞാൻ ഈ വെള്ളത്തിന്റെ ഫീൽഡ് വെള്ളം കൊണ്ടുകൊടുക്കുന്ന ഫീൽഡായിരുന്നു കുടിവെള്ളം. അപ്പൊ ആ കൂട്ടത്തില് കുറേ കടകളിലൊക്കെ കൊടുത്ത് അപ്പോൾ ഒരു കാർഡിൻ്റെ കൊണ്ട് 25 പൈസയാണ് ലാഭം കിട്ടുക. എന്നാലും അത് അങ്ങനെ കുറേ 1000 കാർഡൊക്കെ വിറ്റ് പോയിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് കാശൊക്കെ ഉണ്ടായ സമയത്താണ് ആശുപത്രി കേസും കാര്യങ്ങളും വന്നത്. അപ്പം നമുക്ക് അറിയിക്കാണ്ട് കിട്ടിയ കാശാനായിട്ട് ഇതാക്കാല. അത് കണ്ടിട്ട് പലിശ കൊടുത്തിട്ട് എന്തോ പലിശ കാശ് കിട്ടിയിട്ട് എന്തോ സാധനം മേടിച്ചിട്ട് വന്നു. അത് നമുക്ക് അപ്പൊ എൻ്റെ വീട്ടിലേക്ക് തന്നെ സാധനം മേടിച്ചു വന്നു. അത് അമ്മയ്ക്ക് അവർ അപ്പോൾ അത് അറിയില്ല. എൻ്റെ വീടും കൂടി ഒരുപാട് വർഷം എൻ്റെ വീടും കൂടി എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മേനെയും അവിടെ ഉണ്ടായിരുന്ന ഇവരൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. മാസം നോക്കി 10,000 എൻ്റെ വീട്ടിൽ കാശ് അയച്ചു കൊടുക്കണം കേട്ടോ. അത് വേറെ അങ്ങനെ കുറേ വർഷം
അങ്ങനെ ഞങ്ങളുടെ ലൈഫിൽ എന്നാലും ഈ നിമിഷം വരെ ഉണ്ണീനെ കല്യാണം കഴിച്ചതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധിയാണ്. ഞാൻ തീർത്തും പറയണു, ഇനിയുള്ള ജീവിതം നിങ്ങളെല്ലാവരും അനുഗ്രഹം കൊണ്ട് മുന്നോട്ട് പോവാൻ നിങ്ങളെ ടെൻഷൻ വയ്യാത്തന്നെ ടെൻഷൻ ഉണ്ടെങ്കിൽ അത് പറയണില്ല. ഒരാളെ അമ്മയുടെ ക്യാൻസർ എന്തായിരുന്നു മോനാ ചോദിക്കുന്ന. ഈ ക്യാൻസർ എന്ന് പറഞ്ഞ ഒരാൾക്ക് മാത്രമല്ല, ചോദ്യത്തിലുണ്ടാവും. ആ ശരീരത്തിൽ ആ ബ്ലഡിലുണ്ടോ നമ്മൾ അറിയണില്ലല്ലോ. നമ്മൾ ചോദിക്കുന്ന വാക്കുകൾ അത് അത് നമ്മളത് നമുക്കത് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ കരഞ്ഞിട്ടാണ് നടന്നത്. കരഞ്ഞിട്ട് നടക്കുമ്പോൾ അവിടുത്തെ സർജനാണ് എന്തെങ്കിലും കുഞ്ഞുകുട്ടികൾ എന്ത് ചിണുങ്ങി കരയി ആൾക്ക് വിഷമായിട്ട്. എന്നിട്ട് ഞാൻ കരഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ഡോക്ടർ ഓപ്പറേഷന് പോണ ഡോക്ടർ റൂമിലേക്ക് പോടും. അപ്പൊ ആരായാലും അങ്ങനെ നല്ല കമന്റ് ഇട്ട ആൾക്കൊരു നന്ദി പറയണത് എന്താ വെച്ചാൽ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. മോനായാലും മോളായാലും എന്താ വെച്ചാൽ ഏതൊരു ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഭക്ഷണ രീതി ആയാലും എല്ലാം കൊണ്ടും നൂറിനൊരു 15 സംഗീതം ഇങ്ങനെ തടി കുറഞ്ഞ് ഭക്ഷണം ഇപ്പൊ നിയന്ത്രിച്ചപ്പോ കുറഞ്ഞില്ലേ. അപ്പൊ തിന്നിട്ട് സത്യമാണ് തിന്നിട്ട് തന്നെയാണ് തടി വെച്ചത്. പക്ഷെ എങ്ങനെയായിരുന്നു പറയും, ഒരു കഷ്ണം വിട്ടെടുക്കും, അതിന് നമ്മൾ 2-3 പപ്പടം കാച്ചി തീർത്ത് കുഴയ്ക്കും. നല്ല ഇപ്പൊ കുറച്ചിടയായിട്ട് ആദ്യം ഞാൻ മധുരമില്ലാത്ത ചായ കുടിച്ചത്, ഇപ്പൊ കുറച്ചിടയായിട്ട് ഇങ്ങനെ നല്ല മധുരമുള്ള ചായ വേണം. അപ്പം ഞാൻ പപ്പടം ഒഴിവാക്കി, മധുരങ്ങൾ ഒഴിവാക്കി, മീൻ വറുത്തത്, ചിക്കൻ അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കി. മനസ്സിലായി? അതാണ് ഞാൻ കഴിച്ചിരുന്നത്. അല്ലാണ്ട് ഞാൻ എനിക്ക് ഞാൻ കഴിക്കണ ഗുളികയുടെ ഡോസൊക്കെ ഞാൻ എപ്പോഴാണ് നോക്കിയതില്ല. ഒരു ഗുളികയ്ക്കൊക്കെ 400-500 ഞാൻ ഒരു ദൈവം ഇതൊക്കെ കഴിച്ച് ഞാൻ കണ്ണിങ്ങനെ അട്ടഞ്ഞ് പോവുക. സത്യം എൻ്റെ മക്കളാണ് സത്യം കണ്ണിതിങ്ങനെ അട്ടഞ്ഞ് പോവുക. അത്രയും ക്ഷീണത്തിനെ ഇപ്പം ഞാൻ ഇന്ന് വിഷയിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ കണ്ണുണ്ടാകും. പക്ഷെ ഇന്ന് നല്ലൊരു ഒരു ഉണർവില്ലാണ്ടായി കണ്ണ്. കണ്ണ് ചത്തു. അങ്ങനെയല്ല, കണ്ണിനൊരു ഉണർവില്ല. അതായത് നമ്മുടെ പ്രസരിപ്പ് അതല്ല, അങ്ങനെ ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ട്. ഉണ്ണിക്ക് അങ്ങനെ ഒരു വിഷമം ആയിട്ട് കണ്ണിൻ്റെ തടം ഇതായിട്ടുണ്ട് എല്ലാം. അതാ പറയണത്. ഒന്നും ഈ ചോദിച്ച ആള് ഇനി ഇതേമാതിരി ആരോടും ചോദിക്കാതിരിക്കാൻ. വീട്ടിലും ഉണ്ടാവില്ല മക്കളുണ്ടാവും. 2 പെൺകുട്ടികളുണ്ട് ആൾക്ക് വീട്ടില്. അത് മനസ്സിലായി ചോദിച്ചാൽ ബിനോയ് പോൾ. ബിനോയ് പോളാണോ കൂട്ടുകാരാ? നല്ല കുറച്ച് കുടിച്ചിട്ടിരിക്കണ നേരത്തെ തോന്നുന്നു അയാൾ ഈ കമന്റ് ഇടുന്നു. തനി കുടിയനെ അയാളുടെ മോന്നാണ് പറയാ ബിനോയ് പോളുന്നുണ്ട്. ഒരു FB-ലുണ്ട് അയാളുടെ ഭാര്യയുടെയും മക്കൾ. ഞങ്ങളത് കണ്ടപ്പോൾ അയാൾ FB ഒക്കെ പ്രൈവറ്റൊക്കെ ആക്കി ഇതൊക്കെ ആക്കി ഇട്ടു. ഞങ്ങൾ പക്ഷേ എൻ്റെ ഭാര്യയുടെയും മക്കളൊക്കെ ഫോട്ടോ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എപ്പം നോക്കിയാലും നെഗറ്റീവ്. ഇങ്ങനെ നെഗറ്റീവ് കണ്ടുപിടിക്കല്ലോ മോനെ. വീട്ടില് ഭാര്യ ഉണ്ട്, 2 മക്കളുണ്ട്, അവർ തിരിഞ്ഞു നോക്കി അവരിലുണ്ടാവും നെഗറ്റീവ്. പട്ടിയുടെ പാല് എന്താ പന്തീരാലും ഇട്ടാലും അത് വളഞ്ഞായിരിക്കുള്ളൂ. അതെന്തോ അതാണ് ഈ മനുഷ്യന്റെ അങ്ങനെ ആയിപ്പോയി. മോന്ത കണ്ടറിയാം, മൊത്തം കുട്ടിയാണെന്ന് കണ്ടറിയാം മോന്ത. അങ്ങനത്തെ ഒരു ലോക്കൽ ബിനോയ് പോളെ നല്ല നിലയ്ക്ക് ഒരു അസുഖങ്ങളും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ പ്രാർത്ഥിക്കാം. മോനല്ല എൻ്റെ ഏജ് ഉണ്ട്. ബിനോയ് പോളിനും കുടുംബത്തിന് നല്ല ദീർഘായുസ്സ്. ഞാൻ പറയട്ടെ, എൻ്റെ മോൾക്ക് ക്യാൻസർ വന്നപ്പോൾ ഞാൻ ദൈവത്തോട് അന്ന് പ്രാർത്ഥിച്ചതുമായിട്ട് എത്ര വലിയ ശത്രുക്കൾക്ക് പോലും ഈ ഒരു അസുഖം കൊടുക്കലേന്ന് ഞങ്ങൾ അനുഭവിച്ച, എൻ്റെ മോൾ അനുഭവിച്ച വേദനകളുണ്ട്. ഞാൻ എത്ര നമ്മുടെ ഒരു ശത്രുക്കളും ഈ ഒരു അസുഖം കൊടുക്കരുത്. അത് അത്രയും വലുത്. അപ്പോൾ പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക. ഞാൻ ഓരോ നിമിഷം ഇപ്പോഴും ടെൻഷൻ അടിച്ചിട്ട് പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പം ബ്രസ്റ്റിലുള്ള മുഴ ഇനി നാളെ അതെന്താവും എന്നുള്ള പേടിച്ചിട്ട് ഡോക്ടർമാർക്ക് അവർക്കും അതെന്താവും എന്ന് പറയാണ്ട് MRI സ്കാൻ എടുക്കണം അങ്ങനെ പറയണമെങ്കിൽ അവരടക്കം കൺഫ്യൂഷനിലാണത്. ആ ഒരു ടെൻഷനാണ് ജീവിതത്തിൽ മുന്നേ. പക്ഷേ എന്നാലും ഞങ്ങൾ അപ്പം ഈ ടെൻഷൻ നിങ്ങൾ നാളെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ന് ചത്തോടത്തിരിക്കണോ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ ജീവിക്കണം. എന്നിരിക്കെ ഈ മുഖത്ത് ഈ ചെറിയ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വീട് ഉണരുള്ളൂ. ഈ മുഖത്ത് ചെറിയ എന്നില്ലാണ്ടാണോ അന്ന് ഈ വീടും ആകെ താളം തെറ്റും. അപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ ചെറിയുടെ എന്താ വെച്ചാൽ ഞാൻ ചിരിക്കും. എന്തിനായിട്ട് എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ഹാപ്പിയായി ജീവിക്കാൻ വേണ്ടിയിട്ട് ഇനി ജീവിക്കും.
ചിരിക്കും, ജീവിക്കണം. നമ്മുടെ മനസ്സിന്റെ വാശിയെ വേണ്ട ജീവിക്കണം എന്നുള്ളത്. ആ വാശി എനിക്ക് നല്ലോണം ഉണ്ട്. അപ്പൊ അതേമാതിരി ബിനോയ് പോളിന്റെ അതിലുള്ള ഒരു 100 100-200 ഒക്കെ ഉണ്ടാവൂല. അപ്പൊ അതും നമുക്ക് ഒരു പിടക്കൂല സഹോദരൻ. എന്താണ് താങ്കൾക്ക് ചെയ്ത ഒരു ദ്രോഹം എന്നുള്ളത് തീർത്ത് പറഞ്ഞു തന്നാ വലിയ ഉപകാരം. ഈ ആളേനെ നമ്മൾ ഈ ഫേസ്ബുക്കിൽ പുള്ളി ഇതേമാതിരി ഫോട്ടോ ഫാമിലി ഫോട്ടോ ഇട്ടുണ്ട്, അങ്ങനത്തെ ഒരു മുഖപരിചയം മാത്രമാണ് നമുക്കുള്ളൂ. അല്ലാണ്ട് ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ ഇവിടെ അടുത്തുള്ള ആളല്ല, കുറച്ച് 10-20 കിലോമീറ്റർ ദൂരത്താ താമസിക്കണെന്നുള്ളത് ഒരു ചെറിയ സൂചന കിട്ടിയിട്ട്. അപ്പൊ നമ്മളായിട്ട് എന്തെങ്കിലും തരത്തിലൊരു എന്തേലും ആവട്ടെ, ബിനോയ് പോളും ഒരു അഹങ്കാരി അങ്ങനെ 1-2 ആൾക്കാരുണ്ടാവും. കാരണം നിങ്ങൾ ജീവിച്ചു പോകും. പിന്നെ ഞാൻ പറയാം, നമുക്കൊരു 10,000 പേര് നമ്മുടെ ചുറ്റുണ്ട്. ഈ 10,000 പേരും അഭിനയിച്ച് ചിരിച്ചിട്ട് കാര്യമില്ല, ഇല്ലല്ലോ, നമുക്കൊന്നുമില്ല. പക്ഷെ ആ ഒരു 10,000 ഒരു 100 ആള് നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണമെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിജയം. തീർത്തും അല്ലേ? ഒരാള് മതി നമുക്ക് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ടാ. ആ ഒരാള് നമുക്ക് 1 കോടി ആളുടെ ഗുണം ചെയ്യൂട്ടാ. അത് അനുഭവിച്ചോളാണ്, അറിഞ്ഞോളാണ് ഈ നിമിഷം. ദൈവത്തിന്റെ രൂപത്തിലോ മാതാവിന്റെ രൂപത്തിലോ ആരുടെ രൂപത്തിലായാലും ആ ഒരാള് ഞങ്ങളുടെ മനസ്സിൽ കുടുംബത്തിന് ദീർഘായുസ് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ മനസ്സിൽ ആ ആൾക്ക് ഒരു ദൈവത്തിന്റെ പ്രതിരൂപമാണ് കേട്ടോ. ഞങ്ങൾക്ക് ആ ആള് ആ സ്വരം ഞങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു ശബ്ദം, ദൈവത്തിന്റെ ഒരു പ്രതീകമാണ് ആ മനസ്സിൽ. ലൈഫ് ലോങ് അങ്ങനെ ആയിരിക്കും. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങള് പറയട്ടെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഉണ്ണി. ഇത് നിങ്ങളെ ഏത് തരത്തിൽ കാണുന്നത് നിങ്ങൾക്ക് അറിയണ്ട. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കൂടപ്പുറപ്പാണ്, മനസ്സിലായ? ഇത് നിങ്ങൾ സ്നേഹം വരുമ്പോഴും സങ്കടം വരുമ്പോഴും അമ്മ വെച്ചു. നിങ്ങൾ നെസ്റ്റോ എന്നില്ല, ഫാത്തിമ എന്നില്ല, ശോഭ എന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ അങ്ങനെ പുറത്തൊക്കെ അപ്പൊ അവിടുത്തെ സ്റ്റാഫൊക്കെ നോക്കിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അത് നിങ്ങൾ ഇനിയിപ്പൊ ഏത് തരത്തില് നിങ്ങൾ അല്ല അതിന്റെ വേറെ അർത്ഥമല്ല കേട്ടോ. അതെന്താ മനസ്സിലിങ്ങനെ ഈ മനുഷ്യനോടുള്ള സ്നേഹം തുളുമ്പി നിൽക്കുമ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കാൻ ആൾക്കാർ പറയും ഭയങ്കര സ്റ്റൈലിൽ ഇരിക്കുന്ന പുറം വേനിച്ചിട്ടാട്ടോ. ഞാൻ നല്ല പണി ഉണ്ടായിരുന്നു. പൊന്നൊക്കെ പോയപ്പോ അവരെ സാധനങ്ങളൊക്കെ എടുക്കുന്ന കാരണമൊക്കെ അവരെ സാധനം കുറെ അറക്കലും പിടിക്കലും കച്ചറ കുറെ സാധനം കളയിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള പോട്ടെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞു നിർത്തുന്നു. ബൈ. ഓക്കെ.